ഹായ് എവ്രി വൺ. ഞാൻ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന പേപ്പറിലെ കുറച്ച് ടോപ്പിക്സാണ്. ഫസ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺവേർജൻസ്. അത് പറയുന്നതിന് മുന്നേ അവിടെ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു അണ്ടർലൈങ് അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ കോൺട്രാക്റ്റിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എത്തുന്നത് വരെ ഈ അണ്ടർലൈങ് അസറ്റ് നമുക്കൊരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവും അവിടെ. അപ്പോൾ ഈ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ, അതായത് ഈ അണ്ടർലൈങ് അസറ്റ് സൂക്ഷിച്ച് വെക്കുമ്പോൾ നമുക്ക് വരുന്ന ആ കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്ന ടോപ്പിക് എന്താണെന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ അനുസരിച്ച് ഫ്യൂച്ചർ പ്രൈസിലും സ്പോട്ട് പ്രൈസിലുള്ള ഡിഫറൻസിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാരി അല്ലെങ്കിൽ ബേസിസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറേജ് കോസ്റ്റ്, ഇൻഷുറൻസ്, ഇൻട്രസ്റ്റ്, അതൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ കമ്മോഡിറ്റി ഇൻവെൻറ്ററിയിൽ സൂക്ഷിക്കുന്നതിനാണ് ഈ കോസ്റ്റ്. സാധാരണയായിട്ട് മെച്യൂരിറ്റിയിലേക്കുള്ള ടൈം കൂടുതലാണെങ്കിൽ ക്യാരിയിങ് കോസ്റ്റോ അല്ലെങ്കിൽ ബേസിസോ കൂടുതലായിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൂടുതൽ മെച്യൂരിറ്റി ഉള്ള ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിന് കുറവ് മെച്യൂരിറ്റി ഉള്ള ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിനേക്കാൾ പ്രൈസ് കൂടുതലായിരിക്കും. മെച്യൂരിറ്റി അടുത്തത് അല്ലെങ്കിൽ കമ്മോഡിറ്റി ഡെലിവർ ചെയ്യേണ്ട മന്ത് അടുക്കുമ്പോൾ ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് കുറയുന്നു. അതായത് മെച്യൂരിറ്റിയിൽ ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും ഏകദേശം സെയിം ആണ്. എന്നുവെച്ചാൽ രണ്ട് പ്രൈസും, അതായത് സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും മെച്യൂരിറ്റി ആവുന്ന ദിവസം ഈക്വൽ ആവുന്നു. ഈ ഫിനോമിനെയാണ് നമ്മൾ കൺവേർജൻസ് എന്ന് പറയുന്നത്. അതിനാൽ കൺവേർജൻസ് എന്നത് സ്പോട്ട് ആൻഡ് ഫ്യൂച്ചർ പ്രൈസ് ഒരുമിച്ച് വരുന്ന ടെൻഡൻസിനെ സൂചിപ്പിക്കുന്നു. രണ്ട് പ്രൈസോടെ ഒത്തുചേരുന്നു. അതായത് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എക്സ്പയർ ആകുമ്പോൾ ബേസിസ് അവിടെ ചുരുങ്ങുന്നു. ഇതാണ് അവിടെ തന്നിട്ടുള്ള ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസ് ഡിനോട്ട് ചെയ്യുന്നത് ടൈമിനെയാണ്, വൈ ആക്സിസ് ഡിനോട്ട് ചെയ്യുന്നത് പ്രൈസ്. പ്രൈസ് ഡിനോട്ട് ചെയ്യുന്നത് അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസിനെയാണ്. അവിടെ ഒരു മെച്യൂരിറ്റി ലൈൻ ഉണ്ട്, ഡിപ്പെൻസ് അപ്പോൺ ദ ടൈം. ഈ ഗ്രാഫിൽ ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് വരുന്നു, അതുപോലെ സ്പോട്ട് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ നെറ്റ് കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് വിളിക്കുന്നത്. അതുപോലെ ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും ഈക്വലി വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണോ ആ ടൈം ഓഫ് പീരീഡിനെയാണ് നമ്മൾ മെച്യൂരിറ്റി ലെവൽ അഥവാ കൺവേർജൻസ് ലെവൽ എന്ന് വിളിക്കുന്നത്. ഇതാണ് ആ ഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചർ പ്രൈസിൻ്റെയും സ്പോട്ട് പ്രൈസിൻ്റെയും ഡിഫറൻസ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ റിമൈനിങ് പീരീഡിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാരിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ടൈം കഴിയുന്തോറും റിമൈനിങ് ടൈമിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയതിനാൽ കോസ്റ്റ് ഓഫ് ക്യാരി കുറയും. അതിനാൽ മെച്യൂരിറ്റി എത്തുന്ന ദിവസം കോസ്റ്റ് ഓഫ് ക്യാരി 0 ആയിരിക്കും. കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകൾക്ക് നെഗറ്റീവ് ബേസിസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ പ്രൈസ് കമ്മോഡിറ്റി ഇപ്പോൾ കുറവായിരിക്കാം, അതിനാൽ അതിൻ്റെ സ്പോട്ട് പ്രൈസ് കൂടുതലായിരിക്കാം. കാലക്രമേണ സപ്ലൈ ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നല്ല മൺസൂൺ കാരണം ഫ്യൂച്ചർ പ്രൈസ് കുറവായിരിക്കാം. മറ്റ് കമ്മോഡിറ്റീസിൻ്റെ കാര്യത്തിലും ബേസിസ് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണെന്ന് കണ്ടെത്താം. എന്നിരുന്നാലും രണ്ട് കേസിലും സ്പോട്ട് പ്രൈസുമായിട്ടുള്ള കൺവേർജൻസ് സംഭവിക്കുന്നു. ഡെലിവറി പീരീഡിലെത്തുമ്പോൾ ഫ്യൂച്ചർ പ്രൈസ് സ്പോട്ട് പ്രൈസിന് ഈക്വലോ വളരെ അടുത്തോ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇവ രണ്ടും അൺഈക്വൽ ആണെങ്കിൽ ട്രേഡേഴ്സിന് ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് നിലവിലുണ്ട്. ഉദാഹരണത്തിന് ഫ്യൂച്ചേഴ്സ് പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഷോർട്ട് സെല്ല് നടത്തും, അസറ്റ് വാങ്ങും, ഡെലിവറി നടത്തും. അയാൾ അങ്ങനെ ചെയ്താൽ സ്പോട്ട് പ്രൈസിനേക്കാൾ ഫ്യൂച്ചർ പ്രൈസിൻ്റെ അധികത്തിന് ഈക്വലായ പ്രോഫിറ്റ് അയാൾക്ക് കിട്ടും. ട്രേഡേഴ്സ് ഈ ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ പ്രൈസ് കുറയുകയും സ്പോട്ട് പ്രൈസ് കൂടുകയും ചെയ്യും. അതുപോലെ ഫ്യൂച്ചേഴ്സ് പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാൾ കുറവാണെങ്കിൽ ഒരു അസറ്റ് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വാങ്ങാനും ഡെലിവറി എടുക്കാനും പ്രലോഭിക്കപ്പെടും. അയാൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്യൂച്ചർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും സ്പോട്ട് പ്രൈസ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. രണ്ട് പ്രൈസും കൺവേർജ് ചെയ്യുന്ന എക്സ്പയറേഷൻ ഡേറ്റ് വരെ ഈ ചേഞ്ച് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും, അതായത് ആർബിട്രേജ് പ്രോസസ്സ് കാരണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഫ്യൂച്ചർ പ്രൈസ് സ്പോട്ട് പ്രൈസിൽ നിന്ന് ഡിഫറെൻ്റ് ആകുമ്പോൾ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് നിലനിൽക്കുകയും ഇത് അവരെ ഒരു കോമൺ വാല്യൂവിലേക്ക് ഡ്രൈവ് ചെയ്യുകയും ചെയ്യും. ഇതിനെ കൺവേർജൻസ് എന്ന് വിളിക്കുന്നു. എക്സ്പയറേഷൻ ഡേറ്റിൽ ബേസിസ് 0 ആകും. ഇത്രയാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്യൂച്ചേഴ്സ് പ്രൈസ് ആൻഡ് എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസ്. ഫ്യൂച്ചേഴ്സ് പ്രൈസും എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം.
മുൻപ് പറഞ്ഞ പോലെ ബേസിസ് എന്നാൽ പ്രധാനമായിട്ടൊരു കമ്മോഡിറ്റിയുടെ ക്യാരിയിങ് കോസ്റ്റാണ്. ക്യാരിയിങ് കോസ്റ്റുകൾ ഇല്ലായിരുന്നെങ്കിൽ, അൺസർട്ടനിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് ഭാവിയിൽ, അതായത് മെച്യൂരിറ്റി ഡേറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്പോട്ട് പ്രൈസിന് ഈക്വൽ ആയിരിക്കും. അൺസർട്ടനിറ്റി ഇല്ലാത്ത കണ്ടീഷനിൽ ക്യാരിയിങ് കോസ്റ്റും മറ്റ് ഇൻഎഫിഷ്യൻസീസും ഇല്ലാത്ത ഒരു മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബേസിസ് 0ക്ക് ഈക്വൽ ആയിരിക്കും. നേരത്തെ കണ്ട പോലെ മെച്യൂരിറ്റി ഡേറ്റിൽ ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും കൺവേർജ് ചെയ്യും. ഇതിനർത്ഥം മാർക്കറ്റ് നോർമൽ ആണോ അതോ വിപരീതമാണോ എന്ന് കൺസിഡർ ചെയ്യാതെ രണ്ട് പ്രൈസും സെയിം ആയിരിക്കും. ഫ്യൂച്ചർ പ്രൈസും എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന 3 തിയറീസ് അവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് തിയറിയാണ് പറയുന്നത് നോർമൽ ബാക്ക്വേർഡേഷൻ അപ്രോച്ച് ഓർ ഹൈപ്പോത്തിസിസ്. JM കെയ്ൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ അപ്രോച്ച് മുന്നോട്ട് വെച്ചത്. ഈ ഹൈപ്പോത്തിസിസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ബേസിസ് നെഗറ്റീവ് ആണെന്ന് പ്രസ്താവിക്കുന്നു. കാരണം ഫ്യൂച്ചേഴ്സ് പ്രൈസ് മെച്യൂരിറ്റി ഡേറ്റിൽ ക്യാഷ് മാർക്കറ്റിൽ അതിൻ്റെ സ്പോട്ട് പ്രൈസിൻ്റെ താഴേക്കുള്ള എസ്റ്റിമേറ്റ് ആയിരിക്കും. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഷോർട്ട് ഹെഡ്ജേഴ്സാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് JM കെയ്ൻസ് ആർഗ്യൂ ചെയ്തു. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് ഒഴിവാക്കാൻ അവർ ശ്രമിക്കുന്നു. കോൺട്രാക്റ്റിൽ ഒരു ലോങ് പൊസിഷൻ ഏറ്റെടുത്ത് ഈ റിസ്ക് ഏറ്റെടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള സ്പെക്കുലേറ്റേഴ്സിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിനാൽ സ്പെക്കുലേറ്റേഴ്സ് അവരെടുക്കുന്ന റിസ്കിന് കോമ്പൻസേഷൻ കിട്ടുന്നതിന് എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസിനേക്കാൾ താഴെയുള്ള കോൺട്രാക്റ്റുകൾ എഴുതുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. സ്പെക്കുലേറ്റേഴ്സ് സാധാരണയായി കോൺട്രാക്റ്റുകൾ വാങ്ങുമ്പോൾ ഹെഡ്ജേഴ്സ് സാധാരണയായി കോൺട്രാക്റ്റുകൾ വിൽക്കുന്നു എന്ന അസംഷന് ബേസ് ചെയ്തിട്ടാണ് ഈ തിയറി. സെക്കൻഡ് തിയറിയാണ് കോണ്ടാൻഗോ. കെയ്ൻസ് ഹൈപ്പോത്തസിസിന് നേരെ ഓപ്പോസിറ്റാണ് കോണ്ടാൻഗോ അസ്യൂം ചെയ്യുന്നത്. ഈ അപ്രോച്ച് ഹെഡ്ജേഴ്സ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ബൈ ചെയ്യുകയും സ്പെക്കുലേറ്റേഴ്സ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെല്ല് ചെയ്യുകയും ചെയ്യുന്നുവെന്ന് അസ്യൂം ചെയ്യുന്നു. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിനെ കുറിച്ചുള്ള അവരുടെ അറിവും എക്സ്പെർട്ടൈസും മാർക്കറ്റിൻ്റെ ഇൻഎഫിഷ്യൻസിയും കാരണം പ്രോഫിറ്റ് ഏൺ ചെയ്യാം എന്ന പ്രതീക്ഷയിൽ പ്രൈസ് റിസ്ക് ഏറ്റെടുക്കാൻ സ്പെക്കുലേറ്റേഴ്സ് വളരെയധികം വില്ലിംഗ് ആണ്. പ്രോഫിറ്റ് പ്രതീക്ഷിച്ച് അവർ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളുടെ പ്രൈസ് ഉയർത്തുന്നു, അല്ലെങ്കിൽ ബിഡ് ചെയ്യുന്നു, ലേലം വിളിക്കുന്നവർ. അതിനാൽ ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസിൻ്റെ അമിത മൂല്യമാണ്. ഇത് ഒരു പോസിറ്റീവ് ബേസിസിൽ റിസൾട്ട് ചെയ്യുന്നു. കോൺട്രാക്റ്റുകൾ സെല്ല് ചെയ്യുകയും ഫ്യൂച്ചർ പ്രൈസ് കുറയുകയും ചെയ്താൽ മാത്രമേ സ്പെക്കുലേറ്റേഴ്സിന് പ്രോഫിറ്റ് നേടാൻ കഴിയുള്ളൂ. ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് തുടക്കത്തിൽ സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും, പിന്നീട് കാലക്രമേണ കുറയുകയും ചെയ്യുന്നതിനാൽ ഈ ഫിനോമിനനെ കോണ്ടാൻഗോ എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ തിയറാണ് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഹൈപ്പോത്തസിസ്. എക്സ്പെക്റ്റഡ് ബേസിസ് 0ക്ക് ഈക്വൽ ആകുമെന്ന് ഈ അപ്രോച്ച് അസ്യൂം ചെയ്യുന്നു. ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്പോട്ട് പ്രൈസിൻ്റെ അൺബയാസ്ഡ് ആയ എസ്റ്റിമേറ്റാണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന ആർഗ്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണിത്. മാർക്കറ്റ്സ് എഫിഷ്യൻ്റ് ആവുകയും ഹെഡ്ജേഴ്സും സ്പെക്കുലേറ്റേഴ്സും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഒരു ഗ്രൂപ്പിന് മറ്റേ ഗ്രൂപ്പിനെ മറികടക്കാൻ കഴിയില്ല. എഫിഷ്യൻ്റ് മാർക്കറ്റ് കണ്ടീഷൻസിൽ സ്റ്റോറേജ് കോസ്റ്റ്, ഇൻഷുറൻസ്, ക്യാരിയിങ് കോസ്റ്റ്, കൺവീനിയൻസ് ഈൽഡ് തുടങ്ങിയ ഫ്യൂച്ചർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും എല്ലാവർക്കും അറിയാം. അതിനാൽ ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഭാവിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്പോട്ട് പ്രൈസിനെ ജെനുവിനായി റിഫ്ലക്റ്റ് ചെയ്യണം. ഹെഡ്ജേഴ്സിനോ സ്പെക്കുലേറ്റേഴ്സിനോ എക്സസ് റിട്ടേൺസിന് ഓപ്പർച്യൂണിറ്റി ഇല്ല. നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്യൂച്ചേഴ്സ് പ്രൈസ് ആൻഡ് ഫോർവേഡ് പ്രൈസ്. എഫിഷ്യൻറ്റും പെർഫെക്റ്റും ആയ മാർക്കറ്റുകളിൽ ഫോർവേഡ് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും സെയിം തന്നെയായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റുകൾ മാറ്റമില്ലാതെ തുടരുന്ന ഒരു പെർഫെക്റ്റ് മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഫോർവേഡ് പ്രൈസിന് ഈക്വൽ ആയിരിക്കും. മാർക്കറ്റിലേക്ക് മാർക്ക് ചെയ്യുന്നത് പ്രൈസിനെ അഫക്റ്റ് ചെയ്യില്ല. എന്നിരുന്നാലും ഇൻട്രസ്റ്റ് റേറ്റുകൾ വേരി ചെയ്യുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കാം. വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ പ്രൈസുകളിലെ മൂവ്മെൻറ്റ്സ് ഇൻട്രസ്റ്റ് റേറ്റ്സുമായിട്ട് പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഫോർവേഡ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും. ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലോങ് പൊസിഷൻസ് എടുക്കുന്നത്, അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ബൈ ചെയ്യുന്നത് പ്രോഫിറ്റബിൾ ആണ്. ഇൻട്രസ്റ്റ് റേറ്റ്സും ഒരേ സമയം ഉയരുകയാണെങ്കിൽ, അതായത് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ, അപ്പോൾ മാർക്കറ്റിലെ ക്യാഷ് ഇൻഫ്ലോയിലേക്കുള്ള മാർക്കിങ്ങിൽ ഹയർ റേറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യാം, കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ ഫ്യൂച്ചർ പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ലോങ് പൊസിഷൻ ഹോൾഡേഴ്സിന് ലോസ് സംഭവിക്കും. എന്നിരുന്നാലും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ബോറോ ചെയ്യുന്നതിലൂടെ അത്തരം ലോസ് സെറ്റ് ഓഫ് ചെയ്യാനാവും. ഇതിൻ്റെ ഫലമായിട്ട് ഫോർവേഡ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഹയർ ആണ്. ഫ്യൂച്ചേഴ്സ് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആകുമ്പോൾ നേരെ റിവേഴ്സാണ് സംഭവിക്കുന്നത്. അതായത്
ഫ്യൂച്ചേഴ്സ് പ്രൈസിലെ ഇൻക്രീസോടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയുമ്പോൾ മാർക്കറ്റിലേക്ക് മാർക്ക് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്ന ക്യാഷ് ഇൻഫ്ലോ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ ഫ്യൂച്ചേഴ്സ് പ്രൈസ് കുറയുന്നതുമായി ബന്ധപ്പെട്ട കൂടിയ ഇൻട്രസ്റ്റ് റേറ്റുകൾ സൂചിപ്പിക്കുന്നത് ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ ബോറോ ചെയ്യുന്നതിലൂടെ ഫ്യൂച്ചേഴ്സിൽ ലോങ് പൊസിഷനിലേക്കുള്ള പ്രോഫിറ്റ് സെറ്റ് ഓഫ് ചെയ്യണം എന്നാണ്. ഫോർവേഡ് കോൺട്രാക്റ്റുകളേക്കാൾ കുറഞ്ഞ ഫ്യൂച്ചർ പ്രൈസ് ബിഡിങ് ചെയ്യുന്നതിൻ്റെ ഇഫക്റ്റാണിത്. എന്നിരുന്നാലും ഇംപെർഫെക്റ്റ് ആയ റിയൽ മാർക്കറ്റ്സിൽ ഇത് അത്ര നന്നായി വർക്ക് ചെയ്യുന്നില്ല. ട്രാൻസാക്ഷൻ കോസ്റ്റ്സ്, ഇൻഡിവിസിബിലിറ്റീസ്, ടാക്സസ് എന്നിവയുടെ പ്രസൻസ് ഈ പൊസിഷൻസിനെ വീക്കൺ ചെയ്യുന്നു. അതനുസരിച്ച് ഫ്യൂച്ചേഴ്സ് പ്രൈസ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡലിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഫോർവേഡ് പ്രൈസിന് സെയിം ആണെന്ന് കണക്കാക്കാം. റിയൽ മാർക്കറ്റ്സിൽ പോലും ഫ്യൂച്ചേഴ്സ് പ്രൈസും ഫോർവേഡ് പ്രൈസും പരസ്പരം വളരെ അടുത്താണെന്നും ഡെയിലി സെറ്റിൽമെൻറ്റ് പ്രോസസ്സ് വിലകളിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും വരുത്തുന്നില്ലെന്നും ഒബ്സർവ് ചെയ്യുന്നു. ഇനി പറയുന്ന ടോപ്പിക്കാണ് ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസിങ് ഫ്യൂച്ചേഴ്സ്. Hedging means eliminating the risk in an asset or a liability. It is the process of reducing exposure to risk. Thus, a hedge is any act that reduces the price risk of a certain position in the cash market. ഹെഡ്ജിങ് എന്നാൽ ഒരു അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റിയിലോ ഉള്ള ഒരു റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുക എന്നതാണ്. റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സാണിത്. അതിനാൽ ക്യാഷ് മാർക്കറ്റിൽ ഒരു പ്രത്യേക പൊസിഷൻ്റെ പ്രൈസ് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഹെഡ്ജാണ്. റിസ്ക് എന്നത് ഒരു ലോസ് അല്ല, ഫ്യൂച്ചറിൽ ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടുള്ള എക്സ്പെക്റ്റേഷനെ കുറിച്ചിട്ടുള്ള അൺസർട്ടൈനിറ്റിയാണ്. അൺസർട്ടൈനിറ്റി ചിലപ്പോൾ ഫേവറബിൾ ആവാം, അതായത് പ്രോഫിറ്റ് കിട്ടുന്നതാവാം, അല്ലെങ്കിൽ അൺഫേവറബിൾ ആവാം, ലോസ് സംഭവിക്കുന്നതാവാം. അതിനാൽ റിസ്ക് ഒരു ന്യൂട്രൽ കൺസെപ്റ്റാണ്. പ്രോഫിറ്റും ലോസും റിസ്ക് എന്ന് പറയുന്ന ഒരു കോയിൻ്റെ രണ്ട് സൈഡ്സ് മാത്രമാണ്. ഹെഡ്ജിങ് റിസ്ക് എലിമിനേറ്റ് ചെയ്യുന്നതിനാൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിനോ ലോസ് മിനിമൈസ് ചെയ്യുന്നതിനോ ഹെഡ്ജിങ് ലക്ഷ്യമിടുന്നില്ല. പകരം അത് ഇൻവെസ്റ്റ്മെൻറ്റിനെ കറൻറ്റ് വാല്യൂയിലേക്ക് ലോക്ക് ചെയ്യുന്നു. ഇഫക്റ്റീവായ ഹെഡ്ജിങ്ങിൻ്റെ പ്രൈമറി ടൂൾസാണ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ്. അൺഎക്സ്പെക്റ്റഡ് ആയ അൺഫേവറബിൾ ആയ പ്രൈസ് ഫ്ലക്ച്വേഷൻസിൽ നിന്ന് അവരുടെ റിസ്ക് എക്സ്പോഷർ മാറ്റാൻ അവ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ പ്രാപ്തരാക്കുന്നു. ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ സ്പോട്ട് മാർക്കറ്റിലെ പ്രൈസ് റിസ്ക് ഒഴിവാക്കുന്നതിനോ റെഡ്യൂസ് ചെയ്യുന്നതിനോ ഫ്യൂച്ചേഴ്സ് ട്രാൻസാക്ഷൻ്റെ യൂസാണ് ഹെഡ്ജിങ്ങിനെ കണക്കാക്കുന്നത്. ചുരുക്കത്തിൽ ഒരാൾക്ക് ഓൾറെഡി ഉള്ളതിന് ഓപ്പോസിറ്റായി റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെഡാണ് നീഡ് ഫോർ ഹെഡ്ജിങ്. രണ്ട് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് കാരണം സ്റ്റോക്ക് പ്രൈസസിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നു. ഈ ഫാക്ടേഴ്സ് സിസ്റ്റമാറ്റിക്കും നോൺ സിസ്റ്റമാറ്റിക്കുമാണ്. മാർക്കറ്റിനെ മൊത്തത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് സിസ്റ്റമാറ്റിക് ഫാക്ടേഴ്സ്. ഇൻട്രസ്റ്റ് റേറ്റ്സ്, ടാക്സേഷൻ പോളിസീസ്, പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നു. നോൺ സിസ്റ്റമാറ്റിക് ഫാക്ടേഴ്സ് കമ്പനിയുടെ സ്പെസിഫിക് ഫാക്ടേഴ്സാണ്. അവ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഫാക്ടേഴ്സാണ്. അവ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്, ലേബർ റിലേഷൻസ്, ടേക്ക് ഓവർ സിറ്റുവേഷൻസ് എന്നിവയായിട്ട് ബന്ധപ്പെട്ടിരിക്കാം. ഒരു ഇൻവെസ്റ്റർ ഒരു സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കുമ്പോൾ, അതായത് ബൈയിങ്, അത് അണ്ടർ വാല്യുവേറ്റഡ് ആയി കാണുന്നു എന്ന് അയാൾ വിശ്വസിക്കുകയും അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ ഗെയിൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ വാല്യൂവിലെ ഏത് ഈൽഡും അയാൾക്ക് പ്രോഫിറ്റ് നൽകും. എന്നാൽ അയാളുടെ അസസ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. അതിനാൽ ലോങ് പൊസിഷൻ ഏറ്റെടുക്കുമ്പോൾ സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള ബേസിക് തിങ്കിങ് റോങ് ആവാനുള്ള റിസ്ക് അയാൾ എടുക്കുന്നു. അയാൾ ക്യാരി ചെയ്യുന്ന മറ്റൊരു റിസ്ക് ഉണ്ട് അവിടെ, അതായത് മാർക്കറ്റ് അൺഫേവറബിൾ ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തേക്കാം എന്നുള്ള റിസ്ക്. അതിനാൽ അയാൾ വാങ്ങിയ പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയുന്നു. ഫസ്റ്റ് കേസിൽ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഈ ജഡ്ജ്മെൻറ്റ് തെറ്റാണെന്ന് തെളിയുമ്പോൾ അയാൾക്ക് ലോസ് നേരിടേണ്ടി വരും. സ്റ്റോക്കിനെ കുറിച്ചുള്ള അയാളുടെ അനാലിസിസ് കറക്റ്റ് ആണെങ്കിലും ഏത് കാരണത്താലും മുഴുവൻ മാർക്കറ്റും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അയാൾക്ക് ലോസ് നേരിടേണ്ടി വരും. അതുപോലെ ഒരു ഇൻവെസ്റ്റർ സ്റ്റോക്ക് ഓവർ വാല്യുവേറ്റഡ് ആണെന്ന് വിശ്വസിച്ച് ഒരു സ്റ്റോക്കിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുമ്പോൾ സ്റ്റോക്ക് പ്രൈസിലെ ഏത് ഡിക്ലൈനും അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കും. ഇവിടെ വീണ്ടും ഇൻവെസ്റ്റർ രണ്ട് റിസ്ക് നേരിടുന്നു. ഫസ്റ്റ്, സ്റ്റോക്കിനെ കുറിച്ചുള്ള അയാളുടെ അനാലിസിസും കൺക്ലൂഷനും തെറ്റായിരിക്കാം. സെക്കൻഡ്, കറക്റ്റ് അനാലിസിസ് ഉണ്ടായിരുന്നിട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ്റെ മൂവ്മെൻറ്റിൽ നിന്നുണ്ടാവുന്ന റിസ്ക്കാണ്. ഒരു ഇൻവെസ്റ്റർ ഒരു സ്റ്റോക്കിൽ ഒരു ലോങ് അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ ഏറ്റെടുക്കുമ്പോൾ അയാൾക്ക് ഇൻഡെക്സിൽ ഒരു എക്സ്റ്റെൻഡ് വരെ ഒരു ലോങ് അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ വഹിക്കുന്നു. ഇനി എന്താണ് ലോങ് പൊസിഷൻ, എന്താണ് ഷോർട്ട് പൊസിഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലെ ഒരു അസറ്റിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സിൽ ഒരു ഇൻവെസ്റ്റർക്ക് നടത്താൻ കഴിയുന്ന 2 ടൈപ്പ് ബെറ്റ് പന്തയങ്ങളെയാണ് ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ എന്ന് വിളിക്കുന്നത്. A long position is a bet that an asset's value will increase over time. In other words, when you take a long position, you buy an asset with the expectation that its value will rise in the future. If the asset's value does increase, you can sell it for a profit. അതായത് ഒരു അസറ്റിൻ്റെ വാല്യൂ കാലക്രമേണ ഇൻക്രീസ് ചെയ്യും എന്ന ബെറ്റാണ് ലോങ് പൊസിഷൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളൊരു ലോങ് പൊസിഷൻ ഏറ്റെടുക്കുമ്പോൾ ഭാവിയിൽ അതിൻ്റെ വാല്യൂ കൂടും എന്ന എക്സ്പെക്റ്റേഷനോടെ നിങ്ങളൊരു അസറ്റ് വാങ്ങുന്നു. അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ലാഭത്തോടെ വിൽക്കാം. എ ഷോർട്ട് പൊസിഷൻ ഈസ് എ ബെറ്റ് ദാറ്റ് ആൻ അസറ്റ്സ് വാല്യൂ വിൽ ഡിക്രീസ് ഓവർ ടൈം. വെൻ യു ടേക്ക് എ ഷോർട്ട് പൊസിഷൻ യു സെൽ ആൻ അസറ്റ് ദാറ്റ് യു ഡോണ്ട് ഓൺ വിത്ത് ദ എക്സ്പെക്റ്റേഷൻ ദാറ്റ് ഇറ്റ്സ് പ്രൈസ് വിൽ ഫോൾ. അതായത് നേരെ തിരിച്ച് ഒരു അസറ്റിൻ്റെ വാല്യൂ കാലക്രമേണ കുറയും എന്ന ബെറ്റാണ് ഷോർട്ട് പൊസിഷൻ. നിങ്ങളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമല്ലാത്ത ഒരു അസറ്റ് അതിൻ്റെ പ്രൈസ് കുറയുന്ന എക്സ്പെക്റ്റേഷനോടെ നിങ്ങൾ സെല് ചെയ്യുന്നു. അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറഞ്ഞ പ്രൈസിന് തിരിച്ചു വാങ്ങാനും സെയിൽസ് പ്രൈസും പർച്ചേസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിൽ നിന്ന് പ്രോഫിറ്റ് നേടാനും കഴിയും. നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് പ്രോസസ് ഓഫ് ഹെഡ്ജിങ് ത്രൂ ഫ്യൂച്ചേഴ്സ്. ഹെഡ്ജിങ്ങിൻ്റെ പ്രോസസ്സാണ് ഇനി പറയുന്നത്. ഫ്യൂച്ചേഴ്സ് അസറ്റും എക്സ്പയറേഷൻ മന്തും സെലക്ട് ചെയ്ത ശേഷം ഹെഡ്ജർ ലോങ് പൊസിഷനാണോ ഷോർട്ട് പൊസിഷനാണോ എടുക്കുന്നതെന്ന് ഡിസൈഡ് ചെയ്യണം. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ who is long on the asset goes short on the future market, and one who is short on underlying asset goes long in the futures market. Thus decide whether to be long futures or short futures. എന്ന് വെച്ചാൽ അസറ്റ് ലോങ് ആയിട്ടുള്ള, അതായത് അസറ്റ് വാങ്ങാൻ പോകുന്ന ആൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഷോർട്ടായിരിക്കും. അതായത് അസറ്റിൽ ലോങ് പൊസിഷൻ എടുക്കുക എന്ന് വെച്ചാൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഷോർട്ട് പൊസിഷൻ എടുക്കുക എന്നതാണ് അർത്ഥം. അതുപോലെ അസറ്റിൽ ഷോർട്ട് പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ലോങ് പൊസിഷൻ എടുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അസറ്റിൽ എടുക്കുന്ന പൊസിഷൻ്റെ നേരെ ഓപ്പോസിറ്റ് പൊസിഷനാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എടുക്കുക. അങ്ങനെ ലോങ് ഫ്യൂച്ചറാണോ ഷോർട്ട് ഫ്യൂച്ചറാണോ എന്ന് ആദ്യം ഡിസൈഡ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ്, ഡിസൈഡ് ദ ടൈപ്പ് ആൻഡ് നേച്ചർ ഓഫ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ടു ബി യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ദ സ്പോട്ട് പൊസിഷൻ. സ്പോട്ട് പൊസിഷൻ ഹെഡ്ജിങ്ങിനായി യൂസ് ചെയ്യേണ്ട ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൻ്റെ ടൈപ്പും നേച്ചറും ഡിസൈഡ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ്, സെലക്ട് എ കോൺട്രാക്റ്റ് മന്ത്. ഒരു കോൺട്രാക്റ്റ് മന്ത് സെലക്ട് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ്, at an appropriate time one can neutralize the position in the future market, that is go long on futures if one was originally short and go short on futures if one was originally long, and receive or pay the difference of prices. എന്ന് വെച്ചാൽ ശരിയായ സമയത്ത് ഒരാൾക്ക് ഫ്യൂച്ചർ മാർക്കറ്റിലെ പൊസിഷൻ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയും. അതായത് അതുവരെ ഷോർട്ട് പൊസിഷൻ എടുത്ത ആൾ ലോങ് പൊസിഷൻ എടുക്കും, അതുപോലെ അതുവരെ ലോങ് പൊസിഷൻ എടുത്ത ആൾ ഷോർട്ട് പൊസിഷൻ എടുക്കും. ഫൈനൽ സ്റ്റെപ്പാണ് സെൽ ഓർ ബൈ ദ അണ്ടർലൈയിങ് അസറ്റ് ഇൻ ദ ഫിസിക്കൽ മാർക്കറ്റ് അറ്റ് പ്രീവെയിലിംഗ് പ്രൈസ്. നിലവിലുള്ള പ്രൈസിന് ഫിസിക്കൽ മാർക്കറ്റിൽ അണ്ടർലൈയിങ് അസറ്റ് സെല്ല് ചെയ്യുകയോ ബൈ ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കൺവേർജൻസ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ പ്രൈസും എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്രൈസും ഫോർവേഡ് പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് ഹെഡ്ജിങ് എന്നാണ്. ഹെഡ്ജിങ്ങിൻ്റെ നീഡ് എന്താണെന്ന് നോക്കി, പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്തു. ഇത്രയാണ് എൻ്റെ ടോപ്പിക്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.